ഈ ഇലക്ഷനെ ആളുകളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇവിടെ അങ്ങനെ കൺഫ്യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഫിക്സ്ഡാണ്. ആർക്ക് വോട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ഫിക്സ് ചെയ്തു. പിന്നെ ഈ അപരനെയൊക്കെ കൊണ്ടുവന്നൊരു ഇന്നിപ്പോൾ മനോരമ ഒരു വേല ചെയ്തു. മനോരമ പറഞ്ഞു ഗണേഷ് കുമാറിൻ്റെ ബാലറ്റിൽ 4ാമതാണെന്നാണ്, യഥാർത്ഥത്തിൽ 5ാമതാണ്. അപ്പോൾ മലയാള മനോരമ അങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപരൻ അടുപ്പുണ്ട് തൊട്ടടുത്ത്. അപ്പോൾ ഈ അപരനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ 5 പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അപരൻ അടുത്ത് കിടക്കുന്നതുകൊണ്ട് 5 പറഞ്ഞു. മനോരമ പറയുന്നു എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്ക് തന്നതും ബാലറ്റ് പേപ്പറിൽ ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട്, അവരെല്ലാം കാണുന്നത് 5ാമതാണ്. പക്ഷെ മനോരമ മാത്രം 4 കണ്ടു. 4 കാണുന്നതിൻ്റെ ഉദ്ദേശം നമ്മളെ ഉപദ്രവിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ UDFിൻ്റെ പ്രകടന പത്രികയിൽ ഒരു പരാമർശം, അതിപ്പോൾ വലിയ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. ഈ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വലിയ എതിർപ്പൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റാണ്, നമ്മളും അതൊക്കെ അനുഭവിച്ചു കൊടുത്തിട്ടുണ്ട്. മോഡിഫിക്കേഷനൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് വളരെ ലിബറലായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വലിയ ഒച്ചത്തിലുണ്ടാക്കുന്ന വണ്ടി, ബൈക്കിൻ്റെ സൗണ്ടൊക്കെ അതൊന്നും കോടതി അനുവദിക്കത്തില്ല. മുൻവശത്ത് ഒരു ലൈറ്റും വയ്ക്കാൻ, വണ്ടിയിൽ ഒരു ലൈറ്റ് വെച്ചാൽ 5000 രൂപ വെച്ച് ഫൈൻ അടിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ നിർദ്ദേശം പാലിക്കാതിരിക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഇല്ല ബസ്സിൽ ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മോഡിഫിക്കേഷനും രാഷ്ട്രീയവും ഇലക്ഷനും തമ്മിൽ എന്ത് ബന്ധം? ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ്, അത് സതീശൻ എങ്ങനെ മാറ്റും?